അന്തർദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൻ്റെ മൂന്നാം നാളും പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യമനോഹാരിതയിൽ പുലിക്കയം ഉത്സവലഹരിയിൽ തുടരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് ഇടയ്ക്ക് അല്പമൊരു ആശ്വാസമുണ്ടായെങ്കിലും സാഹസിക വിനോദ കയാക്കിംഗ് കായിക മാമാങ്കത്തിൽ സഞ്ചാരികളുടെ പ്രവാഹം തന്നെയാണ്. കുടുംബശ്രീ അടക്കമുള്ള വനിതകൾ നേതൃത്വം നൽകുന്ന വഴിയോര ഭക്ഷണ സ്റ്റാളും സജീവമായതിനാൽ ജലോത്സവത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി. കഴിഞ്ഞ ദിവസം നടന്ന വനിതാ വിഭാഗം കയാക്കിംഗ് പ്രോ കാറ്റഗറിയിൽ ജർമ്മനിയുടെ താരം മറീന കൗപ്പ് ഒന്നാം സ്ഥാനം നേടി വിജയമേധാവിത്വം നേടിയിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് പുലിക്കകത്ത് കയാക്കിംഗ് അമേച്ചർ മത്സരങ്ങൾക്ക് വേദിയുണർന്നത്. ഞായറാഴ്ച പുല്ലാരംപാറ അരിപ്പായിക്ക് താഴെ കൊച്ചരിപ്പാറ കൂട്ട് കയത്തിലാണ് ഫൈനൽ അടക്കമുള്ള മത്സരങ്ങൾക്കുള്ള വേദിയൊരുങ്ങുന്നത്. സെമി ഫൈനലിലടക്കം നിരവധി കാറ്റഗറിയിലുള്ള പ്രൊഫഷണലുകളായ 16ഓളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇവിടെ വച്ചാണ് കയാക്കിംഗ് റാപ്പിഡ് രാജ റാണിയെയും തിരഞ്ഞെടുക്കുന്നത്. റഷ്യ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, നോർവേ, നേപ്പാൾ, സ്പെയിൻ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ കയാക്കിംഗ് താരങ്ങൾ കൊച്ചരിപ്പാറ വെള്ളച്ചാട്ടത്തിലെ തട്ടുകയത്തിൽ കയാക്കിംഗ് റാപ്പിഡ് രാജ റാപ്പിഡ് റാണി പട്ടത്തിനുള്ള പോരാട്ട മത്സരവും അവിസ്മരണീയമാക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു വിജയികൾക്ക് സമ്മാനം നൽകും. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ഇതോടെ 4 നാളുകൾ മലയോര മണ്ണിലെ ജലോത്സവത്തിന് തിരശ്ശീല വീഴുകയായി. കയാക്കിംഗ് മത്സരങ്ങൾക്ക് സൗകര്യവും വളരെ പ്രകൃതിസുന്ദരവുമായ പ്രദേശവുമാണ് പുലിക്കയമെന്ന് ഇറ്റലിയിൽ നിന്ന് 2ാം തവണയും മത്സരത്തിനെത്തിയ കയാക്കിംഗ് താരം പൗലോ എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ് മുക്കം.